രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ട് പോകുള്ളൂ. പ്രതിപക്ഷ നേതാവിനോടാണ് ചോദ്യം. നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാപ്പടയിലെ പ്രധാനിയാണോ യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഹൈൽ? KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സഹീൽ ഇവരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ നഗരൂരിൽ അഫ്സലിനെ അതിക്രൂരമായി ആക്രമിച്ചു. വെന്റിലേറ്ററിലാണ്. അൽത്താഫിനെ കല്ലുകൊണ്ട് തലക്കിടിച്ചു. അല്ലമീന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുഹമ്മദിന്റെ നെറ്റിയിലെ മാംസം ഇളകിപ്പോയി. പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു. ഇവരെല്ലാം ഡിവൈഎഫ്ഐക്കാരാണ്. അവരെ മൃതപ്രായരാക്കിയ പ്രതികളിൽ ഒന്നാമൻ യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത്, അങ്ങ് ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാപ്പടയിലെ കുട്ടികൾ തന്നെയല്ലേ ഇവർ? കെ സുധാകരനും നിഷേധിക്കാനാവില്ല. ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് കേരളത്തോട് സമാധാനം പറയേണ്ടി വരാത്ത വിധം പൊളിറ്റിക്കൽ പ്രിവിലേജ് എന്തുകൊണ്ടാണ്? SFIയെ കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ ധാർമ്മിക രോഷം പൊട്ടിയൊഴുകുന്ന ഒരുപറ്റം മാധ്യമ പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് ഇത് കാണുമ്പോൾ VD സതീശൻ പറഞ്ഞ പോലെ ഞാൻ ഈ നാട്ടുകാരനല്ല മാവിലായിക്കാരനാണ് എന്ന് തോന്നിപ്പോകുന്നത്? സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ കൊലവിളി സംഘമായാൽ പടവാൾ ഉറയിലിടാമോ? എടുത്തു വീശണം സാർ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ഷിജു ഖാൻ, DYFI, നേമം സജീർ, യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, രജിത് D നഗരൂരിൽ നിന്ന് ചേരും, അവിടുത്തെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ്. ഞാൻ ആദ്യം ഷിജു ഖാനിലേക്ക്, ഷിജു ഖാൻ ഈ ചർച്ചയിലേക്കുണ്ട്. നേമം സജീർ, യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നതുകൂടിയാണ്. ഇതിനകത്ത് ഷിജു, DYFI പ്രവർത്തകരാണ്. ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധം ഗുരുതരമായി പരിക്കേറ്റ് വലിയ ആക്രമണമാണ്, വളരെ ആസൂത്രിതമായ ഒരു ആക്രമണം തന്നെയാണ് അരങ്ങേറിയത്. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടന്ന ആക്രമണം എന്ന നിലയിലാണോ ഇതിനെ ആകെ DYFI മനസ്സിലാക്കുന്നത്? ആൾക്കൂട്ട ആക്രമണം സംഭവിച്ചിരിക്കുന്നു, വളരെ കൃത്യമായ ക്രിമിനൽ സംഘം. പക്ഷേ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് ഇപ്പോൾ ഒന്നാം പ്രതിയായി വന്നു നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇതിലുണ്ട്, ഈ പ്രതിപ്പട്ടികയിലുണ്ട്. ഇവരെയൊക്കെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ക്രിമിനൽ സംഘം, മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി മരുന്നുകൾക്ക് അടിമയായിട്ടുള്ള ആളുകൾ, അങ്ങനൊരു ക്രിമിനൽ സംഘം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പാക്കിയതാണോ ഇത്? എന്താണ് മനസ്സിലാക്കുന്നത് ഇതേക്കുറിച്ച്? ഈ നഗരൂരിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് വിവരം ലഭിച്ചയുടനെ 8-ാം തീയതി രാത്രിയായിരുന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ DYFIയുടെ സഖാക്കളൊക്കെ ഞങ്ങളെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നഗരൂര് പിന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിനു മുമ്പോ മറ്റോ ഏതെങ്കിലും ഒരു സംഘർഷ പ്രദേശമോ ഒന്നുമല്ല, സംഘർഷ സാധ്യതയുള്ള ഒരു സ്ഥലവുമല്ല. അപ്പോൾ ഞാനും DYFIയുടെ ജില്ലാ പ്രസിഡന്റ് അനൂപുമായിട്ട് ഫോണിൽ സംസാരിച്ചു. അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറിയെ കോൺടാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരെയും ഒരു പക്ഷേ വളരെ ഞെട്ടലുളവാക്കും വിധത്തിലാണ് എല്ലാവരുടെയും ഇക്കാര്യത്തിലെ പ്രതികരണം. കാരണം ഇങ്ങനെ ഒരു മാരകമായ ഭീകരമായ ഒരു ആക്രമണത്തിന് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനെ പോലൊരു സംഘടന അവിടെ തയ്യാറെടുത്തത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ സഖാക്കളെല്ലാം ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്, മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെല്ലാവരും എത്തി ആദ്യം അവിടെ പിന്നെ DYFIയുടെ പിന്നെ മുൻ മേഖലാ പ്രസിഡൻ്റായിട്ടുള്ള സഖാവ് പിന്നെ അഫ്സലിനെ ഞങ്ങൾ കാണുകയാണ്. മാരകമായ ആക്രമണമാണ് അഫ്സലിന് നേരായിട്ട് ഉണ്ടായത്. അദ്ദേഹത്തെ കാണുമ്പോഴൊന്നും അദ്ദേഹത്തിന് ബോധമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഡോക്ടർമാർ കൂടെ വന്ന ആളുകളോട് ചോദിക്കുകയാണ്, അദ്ദേഹം പിന്നെ ഈ ആക്രമണത്തിന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു മുഖത്തൊരു അനക്കം ഉണ്ടായോ, ശബ്ദം ഉണ്ടായോ, അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചു? അപ്പോൾ വളരെ വളരെ പിന്നെ അത്തരമൊരു സാഹചര്യം സഖാക്കളെല്ലാം വളരെയധികം ഈ ആക്രമണത്തിൽ ഒരു ഞെട്ടലാണ് അവർ രേഖപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തലയ്ക്ക്, അപ്പോഴാണ് നമ്മൾ ഗൗരവം കൂടുതൽ അറിയുന്നത്. അംബിക MLA പോലെ, അതുകൂടെ V ജോയിയെ പോലുള്ള ആളുകളൊക്കെ പിന്നെ വരികയും അവരുമായി ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യുകയാണ്, ഡോക്ടർമാരുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിനാകമാനം, പ്രത്യേകിച്ച് വയറിന് ചുറ്റും, നെഞ്ചിൽ, അതോടൊപ്പം തലയിൽ ഭീകരമായ ആക്രമണം, കല്ലും കമ്പിയുമൊക്കെ ചേർത്ത് വെച്ചുള്ള അടിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹത്തെ അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക്
വേണ്ടി കൊണ്ടുപോകുന്നു, പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതോടൊപ്പം DYFIയുടെ നിരവധി പ്രവർത്തകരാണ്. അതിൽ ഒരാളെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരാളുടെ ഇതിൽ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളിൽ ഒരുവൻ്റെ തുടയിൽ കമ്പി കൊണ്ട് ക്രൂരമായി കുത്തിയിറക്കിയിരിക്കുകയാണ്. രക്തപങ്കിലമാണ് അവിടെ എല്ലാം. അങ്ങനെ നിരവധി പേര്, അതോടൊപ്പം പിന്നെ ചില സഖാക്കളുടെ തോളെല്ലിന് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ അറിയുന്നു പിന്നെ എട്ടോളം സഖാക്കളിൽ 6 പേർ മെഡിക്കൽ കോളേജിലുണ്ട്. അതിനുശേഷം 2 പേർ അനന്തപുരി ആശുപത്രിയിലാണ്. എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ നെറ്റിയിൽ ഗുരുതരമായ ആക്രമണം സംഭവിച്ചിരിക്കുന്നു, തലയ്ക്ക് ചുറ്റും ആക്രമണം സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ അപ്പോഴാണ് ചാനലുകളിൽ വാർത്ത വരികയാണ്, മുഖ്യധാര ചാനലുകളിൽ DYFI യൂത്ത് കോൺഗ്രസ് സംഘർഷം എന്ന് പറഞ്ഞ് സ്ക്രോളിംഗ് വരികയാണ്. ഞാൻ അപ്പോൾ തന്നെ ചാനലിലെ സുഹൃത്തുക്കളെ വിളിച്ചു, നിങ്ങൾ ഈ കാണിക്കുന്നത് DYFI യൂത്ത് കോൺഗ്രസ് സംഘർഷമെന്ന് നിങ്ങൾ കാണിക്കുകയാണ്. ഏകപക്ഷീയമായ ആക്രമണമാണ് അവിടെ നടന്നത്. ഏതാണ്ട് 50ഓളം പേരടങ്ങുന്ന കാറിലും 2 വീലറിലും വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അവരുടെ മണ്ഡലം പ്രസിഡന്റ് സുഹൈലിൻ്റെയും അതോടൊപ്പം KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആലങ്കോട് പിന്നെ മുഹമ്മദ് സഹിലിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാ സംഘം അവിടെ രംഗപ്രവേശം ചെയ്യുകയാണ്. അവരുടെ കയ്യിൽ കമ്പി, വടിവാൾ, അതോടൊപ്പം പിന്നെ മുളക് പൊടി, പാറക്കഷ്ണങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് നിരപരാധികളായ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്ക് നേരായി മാരകമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഇപ്പോൾ മനോരമ പത്രത്തിൽ പിറ്റേ ദിവസം വന്ന വാർത്ത, DYFI യൂത്ത് കോൺഗ്രസ് സംഘർഷം, 8 DYFI പ്രവർത്തകർക്ക് ഗുരുതര പരിക്ക്. സംഘർഷം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഇത് സംഘർഷമല്ല, ഇത് ഏകപക്ഷീയമായ ഭീകരമായ ആക്രമണമാണ്. നമ്മൾ മോബ് ലിഞ്ചിങ് എന്നൊക്കെ പറയുന്ന ആൾക്കൂട്ട കൊലപാതക ശ്രമമാണ് അവിടെ നടന്നത്. നിങ്ങൾ കാണണം, നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ ആരാണ്? ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ എവിടെയാണ്? റിപ്പോർട്ടറിലെ ആളുകൾ എവിടെയാണ്? മാതൃഭൂമിയിലെ അടക്കമുള്ള ആളുകൾ, 24ലെ ഹാഷ്മി എവിടെ പോയി? എവിടെയാണ് ഈ ചാനലിലെ അവതാരകന്മാർ? DYFIയുടെ നേതാവ് 48 മണിക്കൂറിലധികമായി വെന്റിലേറ്ററിലാണ്. എന്താണ്, ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചതാണോ? ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചതാണോ? സായുധരായ ചെന്നായിക്കൂട്ടത്തെ പോലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ വന്ന് ക്രൂരമായി കൊല്ലാൻ നടത്തിയ ശ്രമത്തിൽ ഭീകരമായി ജീവൻ തിരിച്ചു കിട്ടിയത് സെക്കൻഡുകളുടെ ഇടവേളയിലായിരിക്കും. വെന്റിലേറ്ററിലാണ് അദ്ദേഹം. അപ്പോൾ എവിടെയാണ് നമ്മുടെ ചാനൽ ബുദ്ധിജീവികൾ? എവിടെ പോയി? വലതുപക്ഷ മാധ്യമ ബുദ്ധിജീവികൾ എവിടെയാണ്? കൈരളി ചാനൽ ഇന്ന് രാവിലെ മുതൽ ഈ സംഭവം നടന്നത് മുതൽ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ശരത്തെ നമ്മുടെ ചാനൽ, കൈരളി ചാനൽ എന്ന് പറയുന്ന ഒരു മാധ്യമം ലോകത്തോട് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഈ നാട് DYFIയെയും SFIയെയും പോലുള്ള സംഘടനകളെ വലതുപക്ഷ മാധ്യമങ്ങൾ ചേർന്ന് വ്യാജ വാർത്തകൾ ചമയ്ക്കുമ്പോൾ DYFIക്കാരൻ വെന്റിലേറ്ററിലാണ്. DYFI നേതാക്കന്മാരുടെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി നടത്തേണ്ടി വരികയാണ്. ഈ 30 താഴെയുള്ള ചെറുപ്പക്കാർ എന്ത് തെറ്റ് ചെയ്തു? നിരപരാധികളാണ് തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളൊക്കെ സഹിച്ചും ആത്മസംയമനം പാലിച്ചുമാണ് കിളിമാനൂരിലെയും ഈ ജില്ലയിലെയും DYFI ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്കറിഞ്ഞുകൂടെ ഇവരിപ്പോൾ സ്വീകരിച്ച ഭാഷ, ആ സമീപനം ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല. പക്ഷേ നാടിൻ്റെ സമാധാനം സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പോലീസ് കർശന നടപടി സ്വീകരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, എനിക്ക് സമയം കിട്ടുമെങ്കിൽ. ഈ സുഹൈലും അതോടൊപ്പം KSUവിൻ്റെ നേതാവ് പിന്നെ മുഹമ്മദ് സഹിലുമൊക്കെ നിസ്സാരക്കാരല്ല. അവരുടെ ചിത്രങ്ങൾ ഇന്നലെ പുറത്തു വന്നല്ലോ. KPCC പ്രസിഡന്റ് ശ്രീ സുധാകരനുമായി, പ്രതിപക്ഷ നേതാവുമായിട്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന, ഇവർക്കെല്ലാം ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട്. ഇവർ ആരെങ്കിലും സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞോ? നിരപരാധികളെ കൊല്ലാക്കൊല ചെയ്തത് തെറ്റാണെന്ന് ഇവരാരെങ്കിലും പറഞ്ഞോ? പിന്നെ ശരത്തെ ഷജീറിനെ ഞാൻ ഈ ചർച്ചയിൽ അദ്ദേഹം വരണം, അദ്ദേഹം പറയണം. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിൻ്റെ ജോലി ഇതാണോ? KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റിൻ്റെ ജോലി ഇതാണോ? ഞാൻ ഒരു കാര്യം, ഈ ക്രിമിനൽ സംഘം വാസ്തവത്തിൽ ഈ ജില്ലയ്ക്ക് ഏറ്റവും വലിയ അപകട ഭീഷണി, തീവ്രവാദ സ്വഭാവത്തിലല്ലേ, വൈദഗ്ധ്യമുള്ള തീവ്രവാദ സ്വഭാവത്തിലല്ലേ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്? ഇത് കേവലം ഒരു പരസ്പരമുള്ള തമ്മിലടി എന്നല്ല മാധ്യമങ്ങൾ എഴുതേണ്ടത്. ഇത്തരം ക്രിമിനൽ സംഘം കോൺഗ്രസ് വളർത്തുകയാണോ? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഷജീർ മറുപടി പറയണം, ശ്രീ VD സതീശൻ മറുപടി പറയണം. നിങ്ങൾ വളർത്തുന്ന ചെന്നായ്ക്കൂട്ടങ്ങളാണോ ഇവർ? ഈ ചെന്നായ്ക്കൂട്ടങ്ങളെ നിങ്ങൾ കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണോ? തീർച്ചയായും ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 2 ദിവസമായി ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ വെന്റിലേറ്ററിലാണ്.
നിരവധി പേർ ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ്. തീർച്ചയായും പോലീസ് കർശന നടപടി സ്വീകരിക്കണം. ഏത് തരത്തിലുള്ള ഉന്നത ഗൂഢാലോചന, ഞാൻ സംശയിക്കുകയാണ്, ഉന്നത ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ടെങ്കിലും അത് പുറത്തു വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ശരി, ഷിജു ഖാനിലേക്ക് ഞാൻ മടങ്ങി വരാം. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമം സജീർ ഒരല്പം വൈകും ചർച്ചയിലേക്ക് എത്താം എന്ന് അറിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള നഗരൂരിൽ നിന്ന് രജിത്ത് കൂടി ചേരുന്നുണ്ട്. രജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാനിപ്പോൾ ഷിജു ഖാനോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രദേശത്ത് നിന്ന് അന്ന് രാത്രി ഉണ്ടായ ജൂലൈ 8-ന് സംഭവിച്ചതിനെക്കുറിച്ച് കുറേ കൂടി നേരിട്ടറിവുള്ള കാര്യങ്ങളുണ്ടാകുമല്ലോ. അതെന്തൊക്കെയാണെന്നാണ് യഥാർത്ഥത്തിൽ അറിയാൻ. അങ്ങേയറ്റം വളരെ ആസൂത്രിതമായിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ളൊരു ആക്രമണമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും ഒരു ചെറുപ്പക്കാരൻ ഈ പറഞ്ഞതുപോലെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് എന്ന സാഹചര്യമുണ്ട്. ഗുരുതരമായ സാഹചര്യമാണ്. അപ്പോൾ ഏതാണ്ട് 30-ലധികം അക്രമികളാണ് ആ സംഘത്തിലുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. മാരകായുധങ്ങളുമായി തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ഇത്തരം വളരെ വലിയൊരു ആക്ഷൻ പ്ലാനോടെ കൊലപ്പെടുത്തുക എന്ന നിലയിലേക്ക് സ്വാഭാവികമായും ജീവൻ തിരിച്ചു കിട്ടുന്നത് തന്നെ ഭാഗ്യം. ഇപ്പോൾ നേരിയ പുരോഗതി ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന DYFI പ്രവർത്തകൻ്റെ കാര്യത്തിലുണ്ട് എന്നാണ് വരുന്ന വിവരം. അത്ര വലിയ ആസൂത്രണം ചെയ്ത ഒരു കാര്യമാണോ നഗരൂരിൽ നടന്നത്? രജിത്ത്, അന്ന് സംഭവിച്ചതിനെക്കുറിച്ച്. ഞങ്ങൾ പലവിധ സംഘർഷങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദാരുണമായൊരു സംഘർഷം അത് നമുക്ക് ആർക്കും എന്ന് ഇപ്പോഴും അതിൻ്റെ ഞെട്ടൽ വിട്ട് മാറിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഫ്സൽ എന്ന് പറയുന്ന നമ്മുടെ സഖാവ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സഖാവാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും നമ്മുടെ പൊതുച്ചോറുകളിലൊക്കെ സജീവമായി നിൽക്കുകയും DYFIയുടെ മുൻ മേഖലാ പ്രസിഡൻ്റായി ഇരിക്കുകയും പാർട്ടിയുടെ അംഗമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു നന്നായി സജീവമായി പ്രവർത്തിക്കുന്ന സഖാവാണ്. ആ സഖാവിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ സഖാവിൻ്റെ ഒരു കേസുകൾ പോലും ഇല്ലാത്ത ഒരു സഖാവാണ്. ഒരു സംഘർഷ സ്ഥലങ്ങളിലേക്ക് പോവുകയോ സംഘർഷം നടത്തുകയോ അങ്ങനെയുള്ളൊരു പശ്ചാത്തലം പോലുമില്ല ഒരു സഖാവേ അല്ലാതെ. ഈ നാട്ടിൽ തന്നെ തിരക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ DYFIയുടെ അഫ്സൽ എന്നെ വിളിക്കുകയാണ്, സഖാവേ ഞങ്ങളെ അടിക്കാനായിട്ട് ഒരു പറ്റ ആളുകൾ വന്നു, ഈ ആലിൻ്റെ മൂടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു, ഞങ്ങളെ അടിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ ഞങ്ങൾക്കിത് ഒരു ധാരണയുമില്ല, എന്താണെന്ന് പോലും നമുക്കറിയാൻ കഴിയുന്നില്ല. ആര് വരുന്നു ആരടിക്കുന്നു എന്നൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോലീസിന് വിവരം അറിയിക്കുന്നു. പോലീസ് പെട്ടെന്ന് അവിടെ എത്താൻ വരുന്നു. പോലീസിനോടൊപ്പം ഞങ്ങളും വരുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരനെ മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ എല്ലാ ആളുകളും എല്ലാവരും കൂടി ചേർന്ന് തടഞ്ഞു വെച്ചതാണ് ആ ചെറുപ്പക്കാരനെ. ഇവരപ്പോൾ അവിടെ ഈ നമ്മുടെ കുട്ടികളെ DYFI സഖാക്കളെ ആക്രമിച്ചിട്ട് ഉടനെ പെട്ടെന്ന് തന്നെ ഗണപതിയാംകോണം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഗണപതിയാംകോണത്തോട്ട് പോകുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഉണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള ആളുകളെ അവർ ആക്രമിച്ച് ആ സമയത്ത് ഞങ്ങൾ പോലീസുമായി അവിടെ എത്തുന്നു. 3 പോലീസേ ഉള്ളായിരുന്നു ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത്. ഇവർ പിടിച്ചു നിർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനെ, ഒരു ഒരു പയ്യനെ അവരപ്പോഴും തന്നെ ജീപ്പിലേക്ക് കയറ്റി ഈ കാര്യം അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു 10-40ഓളം ആളുകൾ അവിടെ നിന്ന് വരികയാണ്. ഒറ്റ വന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന വലിയ പാറക്കഷ്ണം, സാധാരണ നമ്മൾ ചെറിയ മെറ്റിലൊക്കെ പറക്കി എറിയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത്. പക്ഷേ ഇതൊരു വലിയ പാറക്കഷ്ണമാണ് എടുത്ത് എറിയുന്നത്, വലിയ പാറക്കഷ്ണങ്ങൾ. അതാ 30, 35, 40ഓളം ആളുകൾ ഒരേ സമയത്ത് ഒരുപോലെ എറിയുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. 1, 2 എറിയല്ല വരുന്നത്. ഇവരെല്ലാവരെയും കൈകളിലുണ്ടായിരുന്ന മാരകമായ രീതിയിലുള്ള ഈ കല്ലുകൾ ഒരേ സമയത്ത് വലിച്ചെറിയാണ്. നമ്മൾ ഈ വെടിവെപ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, വെടിവെപ്പൊക്കെ കാണുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വെടിയേറ്റ് വീഴുന്നത് പോലെയാണ് നമ്മുടെ 8 സഖാക്കൾ നമ്മുടെ മുന്നിൽ വീഴുകയാണ്. വെടിയേറ്റ് വീഴുന്നത് പോലെ ഈ എറികൊണ്ട് വീഴുകയാണ്. വീണ് കിടന്ന അഫ്സലിനെ തറയിൽ ബേക്കിനാണ് കിട്ടുന്നത്. എറികൊണ്ട് വീഴുന്ന അഫ്സലിനെ ഈ സുഹൈലിൻ്റെ നേതൃത്വത്തിൽ ആ സ്ഥലത്ത് തറയിലിട്ട് കല്ലുകൊണ്ട് മാരകമായി തലയ്ക്കടിക്കുകയാണ്. എന്നിട്ട് ഉണ്ടായിരുന്ന കമ്പി കൊണ്ട് നെഞ്ചിൽ അടിച്ച് പൊട്ടിക്കുകയാണ്.
എന്നിട്ട് ചെയ്തത് എന്താണ്? മുളക് പൊടി കവറുകളിൽ നിറച്ച് വാരി വിതറുന്നു. സുഹൈൽ ഒന്നാം പ്രതിയാണ്. സുഹൈൽ ഒന്നാം പ്രതിയാകുന്ന സുഹൈൽ ആറ്റിങ്ങൽ യൂത്ത് കോൺഗ്രസിന്റെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. ആ സുഹൈൽ ഒന്നാം പ്രതി ഈ പറഞ്ഞ അഫ്സലിനെ ആദ്യം ഒരു സംഘം ആളുകൾ കല്ലെറിഞ്ഞ് ഇവരെ വീഴ്ത്തുന്നു. അതിനുശേഷം ഈ പറഞ്ഞ ഒന്നാം പ്രതി തന്നെ അതിക്രൂരമായി അഫ്സലിനെ ആക്രമിക്കുന്നു. ആ അഫ്സലാണ് ഇന്ന് വെന്റിലേറ്ററിലുള്ളത്. ഇതാണോ രജിത്ത് പറയുന്നത്? കയറിയിരുന്നടി വെന്റിലേറ്റർ. അതെ, അത് അഫ്സലിൻ്റെ തലയിൽ കല്ലുകൊണ്ട് ദാരുണമായി ഇടിക്കുകയാണ്. എന്നിട്ട് നെഞ്ചിൽ കല്ലുകൊണ്ട് കമ്പി കൊണ്ട് അടിക്കുന്നു. ഇപ്പോൾ അഫ്സലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് തലയിൽ ബ്ലഡ് ക്ലോട്ടായി കൊണ്ടു ചെല്ലുന്ന സമയത്ത് തന്നെ മെഡിക്കൽ കോളേജ് അപ്പോൾ സർജറി ചെയ്തു. 3 മണിക്ക് വെളുപ്പാൻകാലത്ത് 3 മണിക്ക് സർജറി കഴിഞ്ഞ് ആ സഖാവിനെ വെന്റിലേറ്റർ ഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ പറയുമ്പോൾ വാരികല്ല് നട്ടല് മുഴുവൻ പൊട്ടിപ്പോയി. അതിന് ചെന്നിട്ട് ലിവർ ഇഞ്ചുറിയായി, വയറിനകത്ത് ഇഞ്ചുറിയായിരിക്കുകയാണ്. ഇനി ആ സഖാവിനെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ആ സഖാവിനെ നേരെ കിട്ടുമോ എന്ന്. അത്രയ്ക്ക് നമ്മുടെയൊക്കെ മാനസികാവസ്ഥ അത്രയ്ക്ക് വളരെ ദാരുണമായ രീതിയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ആക്രമണം എന്താണെന്ന് വെച്ചാൽ സ്വയബോധവുമല്ല, നല്ല ലഹരികളാണ്, ലഹരിക്ക് അടിമകളാണ് ഇവർ. ഇതിന് മുമ്പേ SFIയുടെ വർക്കലയുടെ SFIയുടെ ഏരിയ പ്രസിഡന്റിനെ കുത്തിയ പ്രതിയാണ് ഇദ്ദേഹം. ഈ സുഹൈൽ കുത്തിയിട്ടുണ്ട്. നിരവധിയായ ആക്രമണ പ്രവർത്തനങ്ങളിൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ സുഹൈൽ. ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതിനകത്ത് പ്രായം കുറഞ്ഞ 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളടക്കം വീട്ടിലെ അമ്മമാരും രക്ഷിതാക്കളും നല്ല രീതിയിൽ കാണുന്ന വളർന്നു വരേണ്ട കുട്ടികളെ പോലും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമകളാക്കി അവരെ വഴിതെറ്റിക്കുന്ന, അവരെ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തി അവരെ ഇങ്ങനെ വഴിതെറ്റിച്ച് ഇതുപോലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ ആറ്റിങ്ങലും കിളിമാനൂരും നഗരൂരും ഇങ്ങനെയുള്ള ആലങ്കോടുമൊക്കെ കേന്ദ്രീകരിച്ച് സുപ്രധാനമായി നടന്നു വരികയാണ്. ഇതാണ് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ പ്രവർത്തനത്തെ. ഇപ്പോൾ ഇങ്ങനെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ള അവസ്ഥയാണ്. രജിത്ത് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചാൽ അഫ്സലിനെ കുറിച്ചാണ് സംസാരിച്ചത്. അഫ്സലാണ് ഇങ്ങനെ ജീവനോട് മല്ലിട്ടുകൊണ്ട് ഇപ്പോൾ വെന്റിലേറ്ററിലുള്ള ഒരാൾ അഫ്സൽ. മറ്റുള്ളവരോ ഇപ്പോൾ അൽത്താഫിന് തലയ്ക്ക് കല്ലുകൊണ്ടിടിച്ചു എന്ന് പറയുന്ന വിവരം കണ്ടു. അതുപോലെ തന്നെ മുഹമ്മദിനോ മറ്റോ ആണെന്ന് തോന്നുന്നു, നെറ്റിയിൽ മാംസം ഇളകി പോകുന്നു, അവിടെ പ്ലാസ്റ്റിക് സർജറി മുഖത്ത് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഇങ്ങനത്തെ മറ്റുള്ള ആളുകളുടെയും മാരകമായ പരിക്കുകൾ, അത് ഈ കാര്യമായ കല്ലേറ് നേരത്തെ രജിത്ത് പറഞ്ഞതുപോലെ സംഭവിച്ചതിൽ നിന്നുണ്ടായിട്ടുള്ള വലിയ പരിക്കുകളുണ്ട് മറ്റുള്ളവർക്കല്ലേ? അതിൽ അല്ലമീൻ എന്ന് പറഞ്ഞ സഖാവ്, ആ സഖാവിന് തലയിൽ ഹെഡ് ഇഞ്ചുറി ഉണ്ട്. അല്ലമീന് തലയിൽ ഹെഡ് ഇഞ്ചുറി ഉണ്ട്. ആ ഹെഡ് ഇഞ്ചുറി കാര്യമായ നിലയ്ക്കായി ആകുകയാണെങ്കിൽ ആ സഖാവിനെ ഇതുപോലെ സർജറി ചെയ്യണം. ഡോക്ടറോട് ഞാൻ സംസാരിക്കുമ്പോൾ ആ സഖാവിന് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. പരസ്പര വിരുദ്ധമായാണ് സഖാവ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിൽക്കാൻ ഓർമ്മ കിട്ടുന്നില്ല, മാറിയാണ് വരുന്നത്. തല ഇളക്കി ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിലാണ് ആ സഖാവ് ഇപ്പോൾ. എന്നാൽ മെഡിസിനോട് പൂർണ്ണമായും ഇങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. കുറച്ച് കാലം എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒന്ന് മാറി വരാൻ. ഏത് നിമിഷവും ക്രിട്ടിക്കൽ ആവുകയും ചെയ്യാം, ഏത് നിമിഷവും. അതാണ് അല്ലമീൻ്റെ അവസ്ഥ. അല്ലമീൻ്റെ ബാക്ക് തലയുടെ അകത്ത് പൊട്ടലാണ്. അതുപോലെ മുഹമ്മദിൻ്റെ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് മൊത്തുന്ന മാംസം ഉൾപ്പെടെ മുഴുവനായി ഇളകിപ്പോയി. ഈ എല്ല് പുറത്ത് വന്നു. ആ മുഹമ്മദിൻ്റെ ഭാഗം പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ അൽത്താഫ് എന്ന് പറഞ്ഞ സഖാവിൻ്റെ പുറകു ഭാഗത്ത് 7-8 സ്റ്റിച്ചാണ്. ഇത് അവിടെ നിന്ന് കണ്ടവരും പോയവരും എല്ലാവർക്കും പരിക്കേൽക്കുന്ന ഒരു വലിയ അവസ്ഥയായിരുന്നു. ഞങ്ങളെല്ലാം ഇതിനെ യഥാർത്ഥത്തിൽ പല സംഘർഷവും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സംഘർഷവും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു സംഘർഷം, ഇത് തീർച്ചയായും നമ്മുടെ സഖാക്കളെ കൊലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം. ആ അഫ്സൽ അടക്കമുള്ള സഖാക്കളെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തത് തന്നെയാണ്. ഈ കല്ലേറിനൊപ്പം മാരകായുധങ്ങളുമായി നേരത്തെ അഫ്സലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അഫ്സലിനെ ശരീരമാസകലം അതിക്രൂരമായി മർദ്ദിക്കുന്നതിനെക്കുറിച്ച് രജിത്ത് സൂചിപ്പിച്ചു. മാരകായുധങ്ങളുമായിട്ടാണോ ആ രാത്രിയിൽ ഈ ജൂലൈ 8-ാം തീയതി 30ഓളം വരുന്ന ഈ അക്രമി സംഘം ഇവരെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചത്? മാരകായുധങ്ങളും ഉണ്ടായിരുന്നു. കല്ലേറ് കാര്യമായി നടന്നു. ഇപ്പോൾ രജിത്ത് പറയുമ്പോൾ അറിയാം
ഈ കല്ലേറിലാണ് ഇവർക്കെല്ലാം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തലയുടെ പുറവശത്തൊക്കെ മാരകമായ പരിക്ക് സംഭവിച്ചു. രജിത്ത് അത് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. കേൾക്കുന്നവർക്ക് അതിൻ്റെ ഒരു ആഘാതം നന്നായി മനസ്സിലാകും, ഉൾക്കൊള്ളാനാകും. ആ വിധം രജിത്ത് അത് സൂചിപ്പിച്ചു. ഒപ്പം മാരകായുധങ്ങളുമായിട്ട് തന്നെയായിരുന്നു ഇവരുടെ വരവ്. തീർച്ചയായും അവർ ഈ ഗണപതിയാംകോണം എന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോൾ മുഹമ്മദിൻ്റെ ഉമ്മയടക്കം ഞങ്ങളോട് പറഞ്ഞതാണ്, അവരിത് അറിയുന്നില്ല ഇങ്ങനൊരു സംഘർഷം നടക്കുന്നു എന്ന്. അവർ വരുന്ന സ്ഥലത്തുള്ള മുഴുവൻ ഒരാളിൻ്റെ കൈ, ഓരോരുത്തരുടെയും കൈ മടക്കി വെച്ചിട്ട് ആ മടക്കിനകത്ത് കല്ല് വാരി നിറയ്ക്കുകയാണ്. എന്നിട്ട് മറ്റേ കൈ കൊണ്ടാണ് എറിയുന്നത്. എല്ലാവരുടെ മടക്കിലും കല്ലുണ്ട്. അതുപോലെ കല്ലെടുക്കാത്ത ആളുകളുടെ കൈകളിലെല്ലാം ഇരുമ്പ് പൈപ്പും വടിവാളുകളും ഉണ്ട്. ബാക്കിയുള്ള ആളുകളുടെ കൈകളിൽ മുളക് പൊടി കവറുകളിൽ കെട്ടി നിറച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ മാരകായുധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആക്രമണം നടത്തിയത്. ഇതിനു പിന്നിലൊരു വലിയ ആസൂത്രണമുണ്ട്. ഞാൻ ഷിജു ഖാനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, രജിത്ത്, ഇതിലൊരു വലിയ ആസൂത്രണമുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ അറിയാം. ഇതൊന്നും വളരെ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് രണ്ട് കൂട്ടർ തമ്മിൽ ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, തർക്കമുണ്ടായി, തമ്മിത്തല്ലുണ്ടായി, അല്ലെങ്കിൽ വാക്കേറ്റം ഉണ്ടായി, ചെറിയ കയ്യാങ്കളി, അങ്ങനെയൊന്നുമല്ല. ഇത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തതാണ്. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം അരങ്ങേറിയത് എന്ന പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം പൂർണ്ണമായും ശരിവെക്കുന്ന വിധത്തിൽ തന്നെയാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ ഓരോന്നും കേൾക്കുന്ന ആർക്കും മനസ്സിലാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നവർക്ക് എല്ലാം മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവർ ഈ DYFI പ്രവർത്തകർ അവിടെ ഉണ്ട് എന്നറിഞ്ഞ്, അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ അഫ്സലാവട്ടെ, മുഹമ്മദ് ആകട്ടെ, അൽത്താഫ് ആകട്ടെ, അല്ലമീൻ ആകട്ടെ, ഇവരെല്ലാം അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഇവർ ആ നിലയിൽ അവിടേക്ക് എത്തിയതാണോ? അതേക്കുറിച്ച് എന്താണ് രജിത്തിന് അറിയാവുന്നത്? അത് തീർച്ചയായും അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസൂത്രണമായി തന്നെയാണ് ചെയ്തത്. കാരണം അവർ വന്ന ആ രീതി അങ്ങനെയായിരുന്നു. അവരുടെ വന്ന 1-2 കാറുകൾ, ബാക്കി മുഴുവൻ ബൈക്കുകൾ, ആ ബൈക്കുകളെല്ലാം ഒരേ സമയത്ത് ഒരുപോലെ വരികയാണ്. എന്നിട്ട് ഈ പറയുന്ന മുളക് പൊടി കവറിൽ കെട്ടി നിറയ്ക്കണമെങ്കിൽ ആസൂത്രണമാണല്ലോ. കവറിനകത്ത് മുളക് പൊടി കെട്ടി റെഡിയാക്കി വരണമെങ്കിൽ ആസൂത്രണമില്ലാതെ വരാൻ കഴിയില്ലല്ലോ. ഈ ആയുധങ്ങൾ വാഹനങ്ങളിൽ ഒളിപ്പിച്ച് വെച്ച് റോഡിലാണ്, മെയിൻ റോഡ് വഴിയാണ് വരുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് കൂടെയുള്ള റോഡിൽ കൂടിയാണ് അവർ വരുന്നത്, ഈ പറയുന്ന ആലിൻ്റെ മൂടുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ വരുമ്പോൾ എന്തായാലും മാരകായുധങ്ങൾ ഒളിപ്പിച്ച് വെക്കണമല്ലോ. ഒളിപ്പിച്ച് വെച്ചാൽ വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ മാരകായുധങ്ങളും ഈ മുളക് പൊടിയും അടക്കമുള്ള സാധനങ്ങൾ ഒളിപ്പിച്ച് വന്നതിന് ശേഷം തന്നെയാണ് അവരുടെ ലക്ഷ്യം കൃത്യമായും ഗണപതിയാംകോണം എന്ന സ്ഥലത്തേക്ക് എത്തുക. ഗണപതിയാംകോണം എന്ന സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം അവിടെ നിന്ന് താഴോട്ട്, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു വളവാണ്. ആ വളവ് തിരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആലിൻ്റെ മൂട് കാണത്തില്ല. വളവ് തിരിഞ്ഞാൽ മാത്രമേ ആലിൻ്റെ മൂടിൽ നിൽക്കുന്ന ആളിനെ പെട്ടെന്ന് കാണാൻ കഴിയൂ. മാത്രമല്ല ആ പ്രദേശം കുറച്ച് ഉയർന്നതാണ്. നമ്മൾ നിന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കുറച്ച് താഴ്ന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ കല്ലെടുത്ത് എറിഞ്ഞാൽ കൂടുതൽ ശക്തിയോടുകൂടി കല്ല് നമ്മുടെ പുറത്തേക്ക് വന്ന് വീഴാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പോലീസിന് നേരിടാൻ കഴിഞ്ഞില്ലെന്നേ. ഈ 3 പോലീസിനും ആ പോലീസുകാർ എങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവരും കുഴഞ്ഞു പോകുന്ന ഒരവസ്ഥയിലായിപ്പോയി. പോലീസ് പോലും ഇന്നും ഞാൻ പോലീസുകാരോട് സംസാരിക്കുമ്പോൾ അവർ പോലും പറയുന്നത് ഇങ്ങനെ ഒരു ദാരുണമായ സംഗതി അവരാദ്യമായാണ് അവരുടെ ഈ ഔദ്യോഗിക ചരിത്രത്തിൽ കാണുന്നത് തന്നെ. പോലീസ് കൃത്യമായ ആക്ഷനും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. കൃത്യമായി പോലീസിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുമുണ്ട്. പ്രതികളെ പിടിക്കുന്ന കാര്യത്തിലായിരുന്നാലും ഇപ്പോൾ തന്നെ 4-5 പ്രതികൾ ജാമ്യം നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പോലീസ് കൃത്യമായ ഇടപെടലോടുകൂടി അവരെ ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, പ്രതികൾ റിമാൻഡിലുമാണ്. പലരും വളരെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ റിമാൻഡിലുമായിട്ടുണ്ട്. ഷിജു ഖാൻ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ റിമാൻഡിലാണ്. അതെ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാപ്പട. അത് വളരെ ശരിയാണ്. അത്തരം ഒരു രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ ഒത്താശ ചെയ്യുമ്പോഴാണ് ഗുണ്ടാപ്പടയുണ്ടാകുന്നത്. അത് അവർ ലഹരി, മയക്കുമരുന്നിന് ഒക്കെ അടിമയായാൽ പിന്നെ പറയുകയും വേണ്ട. ഈ പറഞ്ഞ പോലെ അതിക്രൂരമായ ആക്രമണങ്ങൾ മുന്നും പിന്നും നോക്കാതെ എന്തും ചെയ്യുന്ന നിലയിലേക്കും മാറും. ആ നിലയിൽ ഉള്ള നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാപ്പട എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആ വാചകം യഥാർത്ഥത്തിൽ ഏറ്റെടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകേണ്ടതുണ്ടോ? ആ നിലയിൽ ഏതെങ്കിലും ഒരു വിശദീകരണത്തോടെ പ്രതിപക്ഷ നേതാവിനോ KPCCക്കോ KPCC പ്രസിഡൻറ്റിനോ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനാവുമോ? വാസ്തവത്തിൽ ഇത്തരം സംഭവങ്ങൾ
കേരളീയ പൊതുസമൂഹം സീരിയസ് ആയി ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ പറയാൻ കാരണം, ഇപ്പോൾ ഇന്നത്തെ കൈരളിയുടെ ഒരു നിലപാട് പോലും വാസ്തവത്തിൽ ആ ഒരു ഉത്തരവാദിത്വമുള്ള മാധ്യമ ധർമ്മമാണ് നിർവഹിക്കുന്നത്. ഞങ്ങളത് പറയാൻ കാരണം, പലപ്പോഴും DYFIയുടെയും SFIയുടെയും പ്രവർത്തകരെയും അതോടൊപ്പം അവരുടെ പ്രവർത്തന മേഖലകളെയും ഒക്കെ വെച്ചുകൊണ്ട് കള്ളവാർത്തകൾ സൃഷ്ടിച്ചും അത് വ്യാപകമായി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചും. ഒരു നിമിഷം ഷിജു ഖാൻ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം കൂടി. ഇന്ന് വാർത്തകളിലൊക്കെ ചില പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. അതേസമയം പ്രധാന പ്രതികൾ റിമാൻഡിലാണ്. ഞാൻ നേരത്തെ രജിത്തിനോടും പറഞ്ഞതാണ്, ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ജാമ്യം റദ്ദാക്കി എന്ന ഒരു വിവരം വന്നിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി എന്ന നിലയിലൊരു പ്രധാന വിവരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത്ര ക്രൂരമായ ആക്രമണം നടത്തിയ കേസിൽ പ്രതികൾക്ക് ജാമ്യമോ എന്ന് ആശങ്കപ്പെടുന്നൊരു സാഹചര്യം ആ വാർത്ത കണ്ടപ്പോൾ തോന്നുകയും ചെയ്തു. പക്ഷേ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി എന്ന പ്രധാനപ്പെട്ട പുതിയ വിവരം കൂടി. ഷിജു ഖാൻ. അതാ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ DYFI SFI പ്രവർത്തകർക്കെതിരായിട്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ മെനയുന്ന ഘട്ടത്തിലാണ് ഇത്ര ക്രൂരമായ ഒരു ആക്രമണം DYFI പ്രവർത്തകരടക്കം നേരിടേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ഇപ്പോൾ FIR ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രജിത്ത് അവിടെ തന്നെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ആളാണ്. DYFIയുടെ മുൻ ബ്ലോക്ക് ട്രഷറർ കൂടിയാണ്. രജിത്ത് അത് പറഞ്ഞു. ഇപ്പോൾ FIRൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം കല്ലുകൊണ്ടുള്ള മാരകമായ ആക്രമണം, അതോടൊപ്പം പിന്നീട് കൊല്ലാൻ പ്രത്യേകം ലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള ആക്രമണം, അങ്ങനെ നിരവധിയായ ആക്രമണ രീതികളാണ് അവിടെ അവലംബിക്കപ്പെട്ടത്. ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് സംഘർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, ഇത് കേരളീയ സമൂഹം പുറത്ത് ചർച്ച ചെയ്യണം. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് ഈ സുഹൈലിൻ്റെ പ്രൊഫൈൽ, അതിൻ്റെ പൂർവ്വകാലം പരിശോധിച്ചാൽ അറിയാം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ക്രൂരന്മാരായിട്ടുള്ള ഗുണ്ടകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ സുഹൈലിനെ പോലുള്ള ആളുകൾ SFIയുടെ മുൻ വർക്കല ഏരിയ പ്രസിഡൻ്റായ ഓജസിനെ കുത്തിയ കേസിലെ പ്രതിയാണ്, നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച DYFIക്കാരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. എന്ന് പറഞ്ഞാൽ സ്ഥിരം ഗുണ്ടകളായി മാറുന്ന നിലപാടിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ RSSും അവരുടെ ചില പോഷക സംഘടനകളും അതോടൊപ്പം പിന്നീട് മറ്റ് ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമൊക്കെ ചെയ്തു വരുന്ന അതേ രീതി യൂത്ത് കോൺഗ്രസിനെ പോലെ ഒരു സംഘടന ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതുമായ ഒട്ടേറെ സംഭവങ്ങളുമായി ഇതിനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വിദ്യാർത്ഥി സംഘടനകളോ യുവജന സംഘടനകളോ തമ്മിലുണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസമോ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട ഒരു സംഘർഷത്തിൻ്റെയോ സ്വഭാവമാണോ ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങളൊക്കെ ജില്ലയിൽ ദീർഘകാലമായി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കിളിമാനൂർ പോലുള്ള പ്രദേശം, ആറ്റിങ്ങൽ പോലുള്ള പ്രദേശം, നഗരൂർ അടക്കമുള്ള പ്രദേശങ്ങൾ നമുക്ക് നേരിട്ട് പരിചയവും ബന്ധമുള്ളവരാണ്. വാസ്തവത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമടക്കം വാസ്തവത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ തീവ്ര നിലപാടിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, ഒരുതരം ഭീകര സംഘങ്ങളായി മാറുന്ന സ്വഭാവത്തിലേക്ക് വരുന്നവർ, ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമായി മാറുന്നു. അനുഭാവികളോ പ്രവർത്തകരോ അല്ല. മണ്ഡലം പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റും അടക്കമുള്ളവർ അവരാണ് ഇവിടെ നടന്ന ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, രജിത്ത് പറഞ്ഞല്ലോ, ഇതിപ്പോൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒന്നാണെന്ന് ഒരു സംശയവും വേണ്ട. ഇന്നിപ്പോൾ ജാമ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഇതൊക്കെ വളരെ ഗുരുതരമായ കേസുകളാണ്, ജാമ്യം കിട്ടാവുന്ന കേസുകളല്ല എന്ന് പറഞ്ഞാൽ നാടിൻ്റെ സമാധാനാന്തരീക്ഷത്തെയാണ് തകർക്കുന്നത്. നിങ്ങൾ നഗരൂരിൽ വിളിച്ച് അന്വേഷിക്കണം. അവിടെ DYFIയും അവിടെ മറ്റേതെങ്കിലും സംഘടനയുമായിട്ട് സംഘർഷമുണ്ടോ? ഒന്നുമില്ല. ഇത് ആറ്റിങ്ങൽ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആലങ്കോട് ഭാഗത്തു നിന്ന് തമ്പടിച്ചു വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സംസ്ഥാന നേതൃത്വവുമായി KPCC പ്രസിഡന്റുമായി പ്രതിപക്ഷ നേതാവുമായി
ആഴത്തിൽ ബന്ധമുള്ളവരാണ്, സാധാരണ ബന്ധമല്ല. അതിൻ്റെ പിക്ചേഴ്സ് പുറത്തു വന്നല്ലോ. കേവല സെൽഫി ചിത്രങ്ങളല്ല. KPCC പ്രസിഡന്റിൻ്റെ തോളത്ത് ചേർന്നുകൊണ്ടും അതോടൊപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ചേർത്ത് നിർത്തുന്നതുമായിട്ടുള്ള പിക്ചേഴ്സാണ് പുറത്തു വന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ സംരക്ഷണം യൂത്ത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കൊടുക്കുന്നു. കേരളത്തിൽ വളരെ വലിയ അപകടകരമായ നിലയിലേക്ക് ഇത് ആൾക്കൂട്ട ആക്രമണമാണ്. ശരത്തെ, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളെങ്കിലും തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് നിങ്ങൾ ആക്രമിക്കപ്പെട്ടത് DYFI പ്രവർത്തകനും ആക്രമിച്ചത് യൂത്ത് കോൺഗ്രസും ആയതുകൊണ്ട് മാത്രമല്ല. ഇത് നിരപരാധികളായ ചെറുപ്പക്കാരെ 50ഓളം വരുന്ന സായുധ സംഘം നടത്തിയ ആൾക്കൂട്ട കൊലപാതക ശ്രമമാണിത്. ഇത് സംഘർഷമെന്നല്ല ഇതിൻ്റെ പേര്, ഇത് ആൾക്കൂട്ട കൊലപാതക ശ്രമമാണ്. ഇത്തരം ആൾക്കൂട്ട കൊലപാതക ശ്രമം നടത്തുന്നവരെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പോലീസ് കർശനമായ നിലപാട് സ്വീകരിക്കണം. വാസ്തവത്തിൽ ഇവരൊക്കെ ഈ നാടിന് ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ ഈ നാടിൻ്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. എൻ്റെ ചോദ്യത്തിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാചകമാണ് ഞാൻ ഉദാഹരിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞ വാചകം ഇത്തരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം AKG സെൻറ്റർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ടതിൻ്റെ മുഖ്യപ്രതി പിടിയിലായി. അയാളാകട്ടെ 2 വർഷക്കാലത്തോളം ഒളിവിലായിരുന്നു. അത് ഇംഗ്ലണ്ടിൽ ഒളിവിലായിരുന്നു, ദുബൈയിൽ ഒളിവിലായിരുന്നു. എന്നിട്ട് നേപ്പാൾ വഴി ദില്ലി വഴി രാജ്യത്തേക്ക് എത്തുക, എന്നിട്ട് ആ റൂട്ടിലൂടെ മടങ്ങാൻ ശ്രമിക്കുക. ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി. അങ്ങനെ ദില്ലിയിൽ വെച്ച് പിടികൂടിയ ആൾ ചെറിയ ആളല്ല, KSUവിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടെ ഈ കേസിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ് ഒരു പ്രതി, മറ്റേയാൾ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. ഈ കേസിലെ 2 സുപ്രധാന പ്രതികളുടെ, വളരെ പ്രധാനപ്പെട്ട പ്രതികളുടെ രാഷ്ട്രീയ നേതൃപരമായ പങ്കാളിത്തത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. AKG സെൻറ്റർ ആക്രമണത്തിലേക്ക് വന്നാൽ മുൻ KSU ജില്ലാ സെക്രട്ടറിയാണ്. അയാൾ തന്നെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് പ്രതിഷേധത്തിൻ്റെ പേര് പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന പ്രശ്നത്തിൽ കേസിൽ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അതിൽ ആ വിമാനത്തിലുണ്ടായിരുന്നു എന്ന നിലയിൽ EP ജയരാജൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ഇപ്പോൾ നമുക്കറിയാം ധീരജ് കേസിൽ അതിലെ പ്രതി എൻ്റെ കുട്ടികളാണ് എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഇരന്നു വാങ്ങിയതാണ് എന്ന നിലയിലേക്ക് പറയുന്ന വിധത്തിൽ പെരുമാറിയ KPCC പ്രസിഡന്റിനെ കണ്ടതാണ്. അപ്പോൾ ഈ പ്രതികൾക്കൊക്കെ ഈ നേതൃത്വവുമായിട്ടുള്ള പങ്ക് വെളിപ്പെടുന്ന ചിത്രങ്ങളും പല രൂപത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തേക്ക് SFIയെ നോക്കി DYFIയെ നോക്കി അതിനെ നന്നാക്കുന്നതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളാകെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് എന്ന് പറയുന്ന നിലയിൽ നിൽക്കുന്ന VD സതീശനോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റായ K സുധാകരനോ ഒഴിഞ്ഞുമാറാനാകുമോ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന്? ഷിജു ഖാൻ, വാസ്തവത്തിൽ ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതുപോലുള്ള തെമ്മാടിക്കൂട്ടങ്ങൾക്ക് പച്ചപ്പരവതാനി വിരിച്ചു കൊടുക്കുന്നതിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. ശരത്തെ, നിങ്ങളിവിടെ KPCC പ്രസിഡന്റിനെ കുറിച്ചും VD സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ നിങ്ങൾ പറഞ്ഞത് എന്ത് ആത്മാർത്ഥതയാണ് ഇവർക്കുള്ളത്? ഇപ്പോൾ AKG സെൻറ്ററിൻ്റെ ആക്രമണം നടന്ന് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഓടിയെത്തിയ DYFI പ്രവർത്തകരിൽ ഒരാളാണ് ഞാനും. വാസ്തവത്തിൽ അന്ന് നമ്മുടെ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ കൊടുത്തത് എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരോ ഒന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവിടെ നടന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെയും പ്രവർത്തകരെയും മുക്തരാക്കുകയല്ലേ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത്? അവരുടെ ജേർണലിസ്റ്റിക് ഉത്തരവാദിത്വം എന്തായിരുന്നു? എത്ര ദിവസം ഞങ്ങൾ പറഞ്ഞു ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും കരുതിക്കൂട്ടിയുള്ള പദ്ധതിയായിരുന്നു ഈ ബോംബാക്രമണം. ഞങ്ങൾ ചൂണ്ടിപ്പറഞ്ഞു. മുഖ്യധാര മാധ്യമങ്ങൾ എഴുന്നള്ളിച്ചത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കുറ്റവിമുക്തരാക്കാനാണ് അവർ ശ്രമിച്ചത്. അന്വേഷണം നടന്ന് കൃത്യമായ വിവരങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ പുറത്തു കൊണ്ടുവന്നു. 2 വർഷത്തിന് ശേഷം 2 വർഷത്ത് ഒളിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസ്തവത്തിൽ കൊടും ക്രിമിനലുകളായ അല്ലെങ്കിൽ കൊടും കുറ്റവാളികളായ ആളുകളുടെ ഗൂഢമായിട്ടുള്ള പദ്ധതിയല്ലേ ഇത്തരം ഒളിച്ച് പാർപ്പുകൾക്ക് പിന്നിലുള്ളത്? അതിൽ KPCCയുടെ നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും ഇത്തരം സംരക്ഷണങ്ങൾക്ക് പിന്നിലില്ലെന്ന് നമ്മൾ എങ്ങനെ പറയും? അതിൻ്റെ എല്ലാ പിന്തുണയുണ്ട്. അവിടെ തിരുവനന്തപുരത്ത് വാസ്തവത്തിൽ അതും എന്തിനായിരുന്നു? ഞങ്ങൾ അന്ന് രാത്രി പ്രതിഷേധ പ്രകടനം തുടങ്ങിയവരാണ്. ഞങ്ങൾ പിന്നെയും പ്രതിഷേധ പ്രകടനം നടത്തി. ഞങ്ങൾ സമാധാനപരമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിച്ചു. അതോടൊപ്പം ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി.
വിമാനത്തിൽ അപായപ്പെടുത്താൻ സാഹചര്യം. അന്നും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത്? വിമാനത്തിൽ ഒന്നും പ്രതിഷേധമായിരുന്നു, ജനാധിപത്യ പ്രതിഷേധമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചവരല്ലേ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മന്ത്രിയെ, കേന്ദ്രമന്ത്രി പോയി സംസ്ഥാന മന്ത്രിയെ, മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രിയെ അപ്രകാരം ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതൊക്കെ ചെയ്യുന്നത് തീവ്രവാദ സംഘങ്ങൾ, വിമാന റാഞ്ചലുകാരല്ലേ അങ്ങനെ ചെയ്യുന്നത്. ആ വിമാനത്തിനകത്ത് നടന്ന സർവ്വ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നടന്ന സായുധമായ ആക്രമണത്തിൻ്റെ ശ്രമമായിരുന്നില്ലേ? അന്നും നമ്മുടെ മാധ്യമങ്ങൾ ഇവർക്ക് കുടപിടിച്ചില്ലേ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ക്രിമിനലുകൾക്ക്? എന്ന് മാത്രമല്ല, ധീരജിൻ്റെ വധക്കേസ് നമ്മൾ കണ്ടല്ലോ. ആ ധീരജിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയായ നിഖിൽ പൈലി, ആ നിഖിൽ പൈലിയോടൊപ്പം ചേർന്ന് നിന്ന് പടമെടുത്ത് ഫേസ്ബുക്കിലിട്ടത് കോൺഗ്രസിൻ്റെ എംപിമാരായിരുന്നില്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നില്ലേ? ആ നിഖിൽ പൈലിയെ ചേർത്തു പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചത് KPCCയുടെ പ്രസിഡന്റ് പിന്നീട് KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? സുധാകരനായിരുന്നില്ലേ? ഈ രക്തസാക്ഷിത്വം എരന്നു വാങ്ങിയതാണെന്ന് പ്രഖ്യാപിച്ചത് ഈ KPCCയുടെ നേതൃത്വമായിരുന്നില്ലേ? എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്താൽ അതിനെ തെറ്റെന്ന് പറയാതെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സർവ്വ പിന്തുണയും കൊടുക്കുകയാണ് ശ്രീ ശരത്തെ. ഇതിനെ ചോദ്യം ചെയ്താലോ DYFI SFI ഗുണ്ടായിസം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അന്ന് രാത്രി ഏതാണ്ട് ഒരു മാസക്കാലം, ഞാൻ അതാണ് ചോദിച്ചത്, മനോരമയിലെ അയ്യപ്പദാസ് എവിടെ പോയി? ഷാനി പ്രഭാകർ എവിടെ പോയി? ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ, സുരേഷ് എവിടെ പോയി? കാണുന്നില്ലല്ലോ. 24-ലെ ഹാഷ്മിക്കൊന്നും ഒരു പ്രസംഗവും 8 മണിക്ക് കേൾക്കുന്നില്ലല്ലോ. DYFIക്കാർ മരണത്തോട് മല്ലിടുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉറങ്ങുകയാണ്. ഞങ്ങളെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മാധ്യമാവതാരകന്മാരും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ ക്രിമിനൽ രാഷ്ട്രീയത്തെ മൂടി വെക്കുകയാണ് ശരത്തെ. ഇത് ജേർണലിസം അല്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ജനങ്ങളോട് പറയുകയാണ്, ഇത് DYFIയെയും SFIയെയും അതിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ മുതൽ യൂണിറ്റ് പ്രവർത്തകർ വരെയുള്ളവരെ കുപ്രസിദ്ധരാക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിങ്ങൾ എന്തുകൊണ്ട് സുഹൈലിനെ കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാരായ ആളുകളെ കുറിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല? ഇത് മാധ്യമ പ്രവർത്തനമല്ല, ഇത് കുടപിടിക്കുകയാണ്. ക്രിമിനൽ സംഘത്തിന് കുടപിടിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചല്ലോ, ഈ മാധ്യമങ്ങളുടെ ഈ നിലപാടും ഇവിടെ തുറന്നു കാട്ടപ്പെടണം. ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഞങ്ങളുടെ നേതൃത്വം ഉറപ്പിച്ചു പറയാം, ഏതെങ്കിലും ഒരു ചെറിയ പെശക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് എവിടെയെങ്കിലും സംഭവിച്ചാൽ അരുതെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. എവിടെയാണ് 48 മണിക്കൂറായി ഒരു ചെറുപ്പക്കാരൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർക്ക് പറ്റിയത് തെറ്റാണെന്നോ ഞങ്ങൾ അവരെ തള്ളിപ്പറയുന്നെന്നോ പറയാൻ എവിടെ ശ്രീ VD സതീശൻ, എവിടെ ശ്രീ K സുധാകരൻ? നമ്മുടെ മാധ്യമങ്ങൾ 8 മണിക്ക് കോൺഗ്രസ് നേതാക്കന്മാരെ എവിടെയെങ്കിലും ഒരിടത്ത് വിചാരണ ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വിചാരണ ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കള്ള വാർത്തയുണ്ടാക്കി CPIMൻ്റെ നേതാവ് ഓമനക്കുട്ടനെ ആലപ്പുഴയിൽ ഒരു ക്രൂരനായ ആളായി ചിത്രീകരിച്ച മാധ്യമങ്ങൾ എവിടെ പോയി? ഈ സുഹൈലിനെ പോലുള്ള ആളുകൾ നടത്തുന്ന ക്രിമിനൽ ഗുണ്ടായിസത്തെ ഒന്ന് കാണിക്കാൻ, ഒന്ന് തുറന്ന് കാണിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല ശരത്തെ. തീർച്ചയായും ഷിജു ഖാൻ, അതിൽ ഉയർത്തുന്ന താങ്കൾ പ്രകടിപ്പിക്കുന്ന രോഷം, ശക്തമായ പ്രതിഷേധം, അതിൽ ഉന്നയിക്കുന്ന വിമർശനം അത് വളരെ പ്രസക്തമാണ്, അത് ഗൗരവമുള്ളതുമാണ്, യാതൊരു സംശയവുമില്ല. അത് ഏതെങ്കിലും തരത്തിൽ നിരാകരിക്കാവുന്നതുമല്ല. ആ നിലയിലേക്കുള്ള ഒരു ഇരട്ടത്താപ്പ്, അത് വളരെ ആകെ ചുരുക്കി പറഞ്ഞാൽ ഒരു തരം പൊളിറ്റിക്കൽ പ്രിവിലേജ്, ഞാൻ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചു, അത്തരം ഒരു പൊളിറ്റിക്കൽ പ്രിവിലേജ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ലഭിക്കുന്നുണ്ട്. ആ പ്രിവിലേജ് ലഭിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ നിന്ന്, മാധ്യമ പ്രവർത്തകരിൽ നിന്ന് എന്നുള്ളതാണ്. ഇന്നും വളരെ ഗൗരവമായ വശമാണ്. അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് 1-ാം പ്രതിയായി, KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മറ്റൊരു പ്രതിയായി നിൽക്കുന്ന ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ അതിക്രൂരമായ ആക്രമണത്തിന് വിധേയമായി വെന്റിലേറ്ററിലാണ്. പക്ഷേ അത് ഏത് നിലയിലാണ് അതിൻ്റെ ഗൗരവത്തെ ആ നേതൃത്വത്തിലേക്ക് അവർ സമാധാനം പറയാൻ അവരെ നിർബന്ധിതരാക്കും വിധം ആ വിഷയത്തെ ഏറ്റെടുക്കാതിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ മുമ്പിൽ വളരെ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ്. അവിടെയാണ് ആ ഇരട്ടത്താപ്പ്, ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയില്ലായ്മ
കൂടി ആളുകൾ ആ നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ കാലത്ത് ചോദ്യം ചെയ്യുന്നത് എന്നത് പറയാതെ പോകാനുമാവില്ല. ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസിൽ കാണുന്നത് പോലെ ജാമ്യം റദ്ദാക്കിയെന്നാണ്. സുലേഖ, വളരെ ഗൗരവമുള്ള ഒരു കേസാണിത്. അതിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചിലർക്കെങ്കിലും. ഇപ്പോഴെന്താണ് പുതുതായി സംഭവിച്ചിട്ടുള്ളത്? അതാണോ റദ്ദാക്കി, അവരുടെയും ജാമ്യം റദ്ദാക്കി ഈ പ്രതികളെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി എന്ന നിലയിലാണോ മനസ്സിലാക്കേണ്ടത്? ശരത്, തീർച്ചയായും നിലവിൽ ഈ 6 പേർക്കാണ് ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത് ആറ്റിങ്ങൽ CJM കോടതി. അതാണ് ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ നൽകി ആ ജാമ്യം റദ്ദാക്കിയാണ് മുഴുവൻ പ്രതികളെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. 3 ദിവസത്തേക്കാണ് ഇത്തരത്തിൽ പോലീസ് മുഴുവൻ പ്രതികളെയും സംഭവവുമായി ബന്ധപ്പെട്ട് ജാമ്യം നൽകിയ ഉത്തരവിനെ പുനഃപരിശോധിക്കണം, റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ പെറ്റീഷനിൽ എന്താണ് പോലീസ് കോടതിയോട് അഭ്യർത്ഥിച്ചത്, കോടതിയുടെ മുമ്പാകെ അവതരിപ്പിച്ചത് കൂടുതലായി പുതിയതായി? അതായത് ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള അക്രമമാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. ഈ വിദ്യാർത്ഥികൾ എന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം നൽകാൻ പാടില്ല അല്ലേ? ഇതാണ് പോലീസ് വീണ്ടും കോടതിയോട്, ജാമ്യം നൽകിയ അതേ CJM കോടതിയോട് ആവശ്യപ്പെട്ടത് അല്ലേ? അതെ, തീർച്ചയായും അത് കോടതി അംഗീകരിച്ചു. അതെ, കോടതി ഈ പോലീസിന്റെ ആവശ്യം അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾ എന്ന് കാട്ടിയാണ് ഇത്തരത്തിൽ ആറോളം വരുന്ന പ്രതികൾക്ക്. ഇപ്പോൾ ആകെ എത്ര പ്രതികളാണ് സുലേഖ, എത്ര പ്രതികളാണ് ഇപ്പോൾ? ശരത്ത്, നിലവിൽ 11 പ്രതികളാണ്. ഈ 11 പ്രതികളും പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞു അല്ലേ? തീർച്ചയായും 11 പ്രതികളും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ അതിൽ 2 പേർ മൈനർ ആയിട്ടുള്ള ആൾക്കാരാണ്, 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതിൽ 2 പേർ, 19 പേരാണ് പോലീസ് കസ്റ്റഡിയിൽ നിലവിലുള്ളത്. ഈ 11 പേരിൽ 2 പേർ 18 വയസ്സ് തികയാത്തതിനാൽ ജുവനൈൽ ജസ്റ്റിസിന്റെ പരിധിയിലാണ്. ആ ഇത് പ്രകാരമാണ് ഇത്തരത്തിൽ ഈ 18 വയസ്സ് ഈ കേസ് നമ്മൾ ഈ വിഷയം ശരി സുലേഖ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് വലിയൊരു വാർത്ത തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നത്. ഈ കേസിൽ CJM കോടതി ചില പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. അങ്ങേയറ്റം ഹീനമായിട്ടുള്ള കടുത്ത ആക്രമണമാണ് അരങ്ങേറിയത് പ്രതികളുടെ ഈ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ. അതിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അത് വീണ്ടും റിവ്യൂ ചെയ്യണം എന്ന നിലയിൽ അന്വേഷണ സംഘം പോലീസ് CJM കോടതിയെ തന്നെ സമീപിച്ചു. കോടതി ഇത് അംഗീകരിച്ചുകൊണ്ട് മുഴുവൻ പ്രതികളുടെയും പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുന്നു. ജാമ്യം അനുവദിച്ച പ്രതികളുടെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. എന്താണ് ഷിജു ഖാനോടും രഞ്ജിത്തിലേക്കും? ശരത്, ഇവിടെ പിന്നെ ഈ കേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം നിങ്ങൾ പരിശോധിച്ചാൽ, പ്രായപൂർത്തിയാകാത്തവരെയും ഇത്തരം ഒരു കൊലപാതക ശ്രമത്തിനു വേണ്ടി യൂത്ത് കോൺഗ്രസും ആശ്രയിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ കൊടും കുറ്റവാളികളായ ഗുണ്ടകളായ കുത്തുകേസിലെയും കൊലപാതക കേസിലെയും പ്രതികളായ ഒരു സംഘം ക്രിമിനലുകൾക്കൊപ്പം ഇത് നമ്മൾ കാണേണ്ട ഒരു വിഷയം. ഞാൻ പറഞ്ഞില്ലേ, ഇത് കേരളത്തിനകത്ത് സംഭവിച്ച ഒരു വലിയ ക്രിമിനൽ കുറ്റത്തെക്കുറിച്ചാണ്. ഇത് ബീഹാറിലൊന്നുമല്ല. പ്രായപൂർത്തിയാകാത്തവരെയും കൂട്ടി ഈ പറഞ്ഞ ക്രിമിനൽ സംഘത്തിൽ ഉൾപ്പെടുത്തുക, അവരെയും കൊണ്ട് ആക്രമിപ്പിക്കുക, അതിനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് 1-ാം പ്രതിയായ കേസിൽ, KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രതിയായ കേസിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ഈ നഗരൂർ സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവരെ പോലും ഉൾപ്പെടുത്തി ആ സംഘത്തിൽ ചേർത്ത് അവരെ കൊണ്ടും ഈ ആക്രമണത്തിന് ഇറക്കി, അവരെ കൊണ്ടും ഈ പറഞ്ഞ DYFI പ്രവർത്തകരെ കടുത്ത ആക്രമണത്തിന് വിധേയരാകുന്നതിന് ഇടവരുത്തിയ സാഹചര്യം. ഞാൻ രജിത്തിലേക്ക് കൂടി. രജിത്ത്, പുതിയ വിവരം നിങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട് പ്രതികളുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ രജിത്ത് ഇത് കേൾക്കുമ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? എന്തോ ഒന്ന് പറയാൻ വന്നല്ലോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ശരത്ത്. നേരത്തെ ഷിജു സഖാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനകത്തുള്ള സംഗതി എന്ന് പറയുമ്പോൾ ഈ അഫ്സലിനെ കുറിച്ചാണ് നമ്മളത് കൂടുതലായി പറയേണ്ടത് കാര്യം എന്ന് പറയുന്നത്, അഫ്സല് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സഖാവാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അഫ്സലിൻ്റെ സ്വന്തം കാര്യത്തിന് ഇന്ന് വരെ ഞങ്ങളെ ആരെയും സമീപിച്ചിട്ടില്ല.
നാട്ടിലെ ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾക്ക്, നാട്ടിലെ ഓരോ ആളുകളുടെയും അഫ്സലിനെ സമീപിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ നിരന്തരം വിളിക്കും. സഹാബി അതൊന്ന് ശരിയാക്കി കൊടുക്കണം, പരിഹരിക്കണം, അവരുടെ കാര്യത്തിന് പോകണം. അങ്ങനെ ഓരോ ആളുകളുടെയും കാര്യങ്ങൾക്ക് ഇടപെടുന്ന ഒരു സഖാവുണ്ട്. ഒരു നന്മയുള്ള മനസ്സിനെയാണ് ഒരു തിന്മ വേട്ടയാടിയത്. അതാണ് അവിടെ കാരണം. ഒരു നന്മയുള്ള മനസ്സിനെ ഒരു തിന്മ വേട്ടയാടിയിട്ട് ഈ നാട്ടിലെ കൈരളി ഞാൻ അംഗീകരിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. കാര്യം കൈരളി എന്നൊരു ചാനൽ മാത്രമാണ് ഞങ്ങളോട് ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. മറ്റു ഒരു ചാനലുകളും നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ഇതുപോലൊരു വലിയ ദാരുണമായ സംഭവം നിങ്ങൾ നോക്കണം. ആ അഫ്സലിനെ ഞാൻ എന്നും കയറി കണ്ടതാണ്, ഇന്നലെയും കയറി കണ്ടതാണ്. മോനെ അന്നും അഫ്സലിനോടൊപ്പം നിന്നതാണ്. ഞാൻ ഇന്നാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ആ അഫ്സലിൻ്റെ വെന്റിലേറ്ററിൽ ഘടിപ്പിച്ചിരുന്ന ആ ശ്വാസം, കൃത്രിമ ശ്വാസം ഇല്ലെങ്കിൽ അഫ്സൽ ഇല്ല എന്ന് ഞങ്ങളോട്. അതാണ് യാഥാർത്ഥ്യം. അഫ്സൽ ഞങ്ങളോട് ഇല്ല. അഫ്സലിൻ്റെ ഉമ്മ ഹാർട്ട് അറ്റാക്ക് 2 പ്രാവശ്യം വന്ന് നിൽക്കുകയാണ്, ചികിത്സയിലാണ്. ഈ വിവരം ആ ഉമ്മയെ അറിയിക്കാൻ ഒരു വഴിയുമില്ല, ഒരു നിർവാഹവുമില്ല. വാപ്പ വയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവരുടെ എല്ലാം ഒരു ഏക ആശ്രയമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ അഫ്സലിനെ സംബന്ധിച്ച് ഞാൻ ഈ വാർത്തയെ, ഇപ്പോഴത്തെ ചാനൽ വാർത്തകളെക്കുറിച്ച് കൈരളിയെ ശ്ലാഘിക്കുകയും മറ്റുള്ളവരോട് ഇത് കുറ്റപ്പെടുത്തുകയും ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ചാനലിന് നല്ലൊരു സോഴ്സ് ഉള്ളതാണല്ലോ. ഈ നാട്ടിൽ വന്ന് തിരക്കുമ്പോൾ അറിയാമല്ലോ എന്താണ് ആ ചെറുപ്പക്കാരൻ്റെ ഇവിടുത്തെ ആ ചെറുപ്പക്കാരൻ എങ്ങനെയുള്ള ആളാണ്, എന്താ പ്രവർത്തനം. ആശ്ചര്യമുണ്ട് രഞ്ജിത്ത്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അധികം അകലെയല്ല. കാരണം ഏറ്റവും അധികം മാധ്യമപ്രവർത്തകരുള്ള നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. വളരെ ചെറിയ വിഷയത്തിൽ പോലും തമ്പടിച്ച് അതിൻ്റെ ആ വാർത്തയുടെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ വാർത്തയുടെ യാഥാർത്ഥ്യം കണ്ടെത്തുന്നൊന്നും ഞാൻ പറയുന്നില്ല. വാർത്തയുടെ ഒരു പ്രാധാന്യം പൂർണ്ണമായും വറ്റും വരെ അതിനുവേണ്ടി നിൽക്കുന്നൊരു ശൈലിയാണ് ഞങ്ങളൊക്കെ പിന്തുടരുന്നത്. അതിപ്പോൾ അറിയാമല്ലോ, നിങ്ങളൊക്കെ എല്ലാവരും പ്രേക്ഷകരടക്കം കാണുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞൊരു വാചകമാണ്, ഇത്രയധികം മാധ്യമങ്ങളുള്ള കേരളത്തിൽ, ഓൺലൈൻ മാധ്യമങ്ങളുള്ള കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകൾ, നന്നായി ഈ വിഷയം അറിയുന്ന ആളുകൾ, സംഭവിച്ചത് എന്താണെന്നറിയാവുന്ന ആളുകൾ, അതടക്കം അറിയാനോ പറയിക്കാനോ പറഞ്ഞത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനോ ആരും വന്നില്ലെന്നാണ്. അല്ല, അത് വരില്ല, നമുക്കറിയാം. അത് നമ്മൾ കാണുന്നത് തന്നെയാണ്, അത് വരില്ല. കാര്യം എന്താണ്? ഡിവൈഎഫ്ഐയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും ആയതുകൊണ്ടാണ്. തിരിച്ച് ഈ സ്ഥാനത്ത് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ ഒരു BJP-കാരനോ ആയിരുന്നെങ്കിൽ കേരളത്തിൽ 1 മാസം ചർച്ച ചെയ്യാനുള്ള ചർച്ചയായി ഈ കാര്യത്തെ മാറ്റുമെന്നുള്ളതിൽ തർക്കമില്ല. അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്, നമുക്കറിയാം. ഒരു നിമിഷം. കാരണം ഇപ്പോൾ സമയം 8:45 ഇതിനിടയിൽ നമ്മുടെ കൂടെ ഈ ചർച്ചയിലേക്ക് എത്തേണ്ട ഒരു അതിഥി എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ചർച്ചയിൽ വേണ്ടതായിരുന്നു. നേരത്തെ ഷിജു ഖാൻ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുഹൃത്തായിട്ടുള്ള നേമം സജീർ, അദ്ദേഹം എത്താം എന്നറിയിച്ചതാണ്. സാധാരണ ഇപ്പോൾ പാർട്ടികളൊക്കെ ചാനൽ ചർച്ചകൾക്ക് പ്രതിനിധികളെ അവർ തന്നെ തീരുമാനിച്ചാണ് തരുന്നത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പ്രേക്ഷകർക്ക് അതിലൊരു വ്യക്തത വരാൻ വേണ്ടിയാണ്. ഇന്ന് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കോൺഗ്രസ് പ്രതിനിധിയെ സംബന്ധിച്ച് നമ്മൾ വ്യക്തിപരമായ ഒരാളെ വിളിക്കുകയല്ല. ആ പാർട്ടിക്ക് അതിനൊരു മീഡിയ സംവിധാനമുണ്ട്. ശ്രീമതി ദീപ്തി മേരി വർഗീസാണത് കൈകാര്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്. അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവുമായി കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററായിട്ടുള്ള സാലി മുഹമ്മദ് സംസാരിച്ചിരുന്നു. സാലി മുഹമ്മദ് സംസാരിച്ചപ്പോൾ നേമം സജീറിനോട് ചർച്ചയ്ക്ക് വരാൻ അവരുടെ ആ പാർട്ടിയുടെ ഭാഗത്തു നിർദ്ദേശം നൽകി. അത് തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നേമം സജീറുമായി സംസാരിച്ചു. അദ്ദേഹം ദീർഘമായി നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നാണ് വരുന്നത്. കുറച്ച് താമസിക്കും, പക്ഷേ എത്തും എന്നാണ് അറിയിച്ചത്. കാരണം ചർച്ചയുടെ ഒരു ജനാധിപത്യ സ്വഭാവം എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം ആ സംഘടനയെ സംബന്ധിച്ച് പറയാനുള്ളത് കേൾക്കേണ്ടതുണ്ട്. അത് പറയുമ്പോഴും ചോദിക്കാൻ ഞങ്ങൾക്കും ചിലതുണ്ട്. അത്ര ഹീനമായ ഒരു ആക്രമണമാണ് അരങ്ങേറിയിട്ടുള്ളത്. ഒരു ചെറുപ്പക്കാരൻ വെന്റിലേറ്ററിലാണ്. ആ നിലയിൽ നിൽക്കുന്നൊരു വിഷയത്തെ എത്ര 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 നിസ്സാരമായിട്ടാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യൂത്ത് കോൺഗ്രസ് ഈ ചർച്ചയിൽ വേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. നേമം സജീറിന് മറ്റ് തിരക്കുകളുള്ളത് കൊണ്ടോ ഒക്കെ, പക്ഷേ അദ്ദേഹം അറിയിച്ചിട്ടുമില്ല. ചിലപ്പോൾ നമ്മുടെ പ്രതിനിധികളൊക്കെ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ പറയാറുണ്ട്, എനിക്ക് സ്റ്റുഡിയോയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഒന്ന് കണക്ട് ചെയ്യൂ, ഞാൻ സംസാരിക്കാം എന്ന് പറയാം. പക്ഷേ നേമം സജീറിൽ നിന്ന്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൽ നിന്ന് അങ്ങനെയും ഒരു നിർദ്ദേശം വന്നിട്ടില്ല. എന്നോട്
പ്രൊഡക്ഷൻ റൂമിൽ നിന്ന് സജീറിൻ്റെ നമ്പർ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഷീജയോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. സജീറിന് തിരിച്ച് ഞങ്ങളെ ആരെങ്കിലും വിളിക്കാം, ഷീജ തന്നെ വേണമെങ്കിൽ തിരിച്ചു വിളിച്ചിട്ട് എനിക്ക് എത്താൻ കഴിയില്ല, ഫോണിൽ സംസാരിക്കാം എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ, കാരണം ഇത്രയും പറഞ്ഞില്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും നിങ്ങൾ ഇത്രയും സംസാരിച്ചിട്ട് എവിടെ യൂത്ത് കോൺഗ്രസ് എന്ന് ചോദിക്കും. കൈരളി വിളിക്കാത്തത് കൊണ്ടാണ് എന്നും ധരിച്ചേക്കാം. ഇതാണ് സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ തുടക്കത്തിൽ സജീറിൻ്റെ ചിത്രം സഹിതം ഈ ചർച്ചയിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ക്ഷമിക്കണം, ഇതിനിടയിൽ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ ശ്രീ എ സജീവനെ ഒന്ന് വിളിച്ചു. അദ്ദേഹം ഫോണിലുണ്ട്, കുറച്ച് നേരമായി അദ്ദേഹം ഈ ചർച്ച കാണുകയാണ്. ഈ ചർച്ചയ്ക്കിടയിൽ വിളിച്ചതാണ്. എല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പ് അവതരിപ്പിക്കുന്നത്. ശ്രീ സജീവൻ, ഈ വിഷയം ഇപ്പോൾ കുറേ കൂടി വ്യക്തമായി താങ്കൾക്ക് കോഴിക്കോട് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, കാരണം മറ്റു മാധ്യമങ്ങളൊന്നും അത്ര കാര്യമായിട്ടോ ഗൗരവത്തിലോ ഈ വിഷയത്തെ അതിൻ്റെ ഗൗരവത്തിൽ എത്തിച്ചിട്ടില്ല. പല ജില്ലാ പേജുകളിൽ ഞാൻ കണ്ടു, പത്രങ്ങളിൽ. അതേതായാലും കോഴിക്കോട്ട് കിട്ടുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും അറിയാൻ വഴിയില്ല. ഇതിൽ നഗരൂർ ആറ്റിങ്ങലിനടുത്താണ് വളരെ ഗുരുതരമായൊരു അങ്ങേയറ്റം ഹീനമായൊരു ആക്രമണം നടന്നു. ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രിയിലാണ് ഗുരുതര പരിക്കുകളുമായി. അതിലൊരാൾ വെന്റിലേറ്ററിലാണ്, ഒരാൾക്ക് മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു. അതിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നയാൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലാണ്. മറ്റൊരാൾ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് സഹീലാണ്. അതുപോലെ 10-30ഓളം ആളുകളുണ്ട്. പ്രായപൂർത്തിയാകാത്തവരെ പോലും ഈ ക്രിമിനൽ സംഘത്തോട് ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ കോടതി എല്ലാ പ്രതികൾക്കും ഇപ്പോൾ പോലീസ് കസ്റ്റഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാമ്യം കൊടുത്ത പ്രതികളുടെ ജാമ്യം കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും സംഭവിച്ചിട്ടും കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ പ്രിവിലേജ് ലഭിക്കുന്നത്? തങ്ങൾക്കിതേക്കുറിച്ചൊന്നും കേരളത്തോട് വിശദീകരിക്കാൻ ബാധ്യതയില്ല, തങ്ങളോടാരും ചോദിക്കില്ല, തങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇതൊക്കെ പറയാം. അതേസമയം സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശ്രീ സജീവൻ കേട്ടിട്ടുണ്ടാവും, നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്തവരാണ് ഈ ഗുണ്ടാ സംഘം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴോ? തീർച്ചയായിട്ടും ശരത്ത്, താങ്കൾ പറഞ്ഞ പോലെ ഞാൻ ഈ ചർച്ച കുറച്ചു നേരമായിട്ട് കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട നഗരൂർ സംഭവത്തെ കുറിച്ച് ഇന്നലെ കോഴിക്കോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോഴിക്കോട്ടെ ഒരു PSC നിയമനവും സംബന്ധിച്ച വാർത്തകളാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പല ചാനലുകളും ചർച്ചയ്ക്കെടുത്തത്. അവിടെ വസീഫ് ഈ കാര്യം പ്രത്യേകമായിട്ട് ഈ അവതാരകനോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്? പക്ഷെ അതിഭീകരമായ രൂപത്തിൽ ഈ നടന്നൊരു അക്രമത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ചർച്ചയ്ക്കെടുക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം ഒന്ന് ഉയർന്നിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് താങ്കൾ പറഞ്ഞ പോലെ ഈ മലബാർ പ്രദേശത്തൊന്നും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും കാര്യമായി വന്നിട്ടേ ഇല്ല. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, താങ്കൾ ഉന്നയിച്ച പോലെ, താങ്കൾ നേരത്തെ പരാമർശിച്ച പോലെ അതിഹീനമായിട്ടുള്ള ഒരു അക്രമം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു അതിഭീകരമായ അക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അങ്ങനെ ഒരു സംഭവത്തെ അപലപിക്കാൻ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആളുകളോ ആരും തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ അത്ഭുതകരമായ കാര്യമാണ്. അതിനേക്കാൾ കൂടുതൽ അത്ഭുതകരം എന്നല്ല പറയേണ്ടത്, അപലപനീയമായ കാര്യമാണ്. വേറെ ഒന്നുള്ളത്, ഇതിനെ ഏറ്റവും കൂടുതൽ നഗരൂർ സംഭവത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കി മാറ്റും. ശ്രദ്ധേയം ഞാൻ പറയുന്നത് നല്ല അർത്ഥത്തിലല്ല, അത് അങ്ങേയറ്റത്തെ അപലപനീയമാക്കി മാറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ അക്രമികളുടെ കൂട്ടത്തിൽ പ്രായപൂർത്തി എത്താത്ത ആളുകൾ കൂടി ഉണ്ടുള്ളതാണ്. സാധാരണ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ ഇത് രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അക്രമം നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിൽ അവര് പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൂടി അക്രമത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് അത് വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി മുലകുടി മാറാത്ത കുട്ടികളെ കൂടി അക്രമകാരികൾ ആക്കുന്നൊരവസ്ഥയിലെ കാര്യങ്ങൾ പോകും. അത് അത്രയും ഹീനമായിട്ടുള്ള കാര്യമാണ്. അങ്ങേയറ്റത്ത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യവും അപലപിക്കേണ്ട കാര്യവുമാണ്. അത്തരമൊരു സംഭവം എന്തുകൊണ്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കാത്തത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ വാർത്തയാക്കിയിട്ട് കൊണ്ടുവരാത്തതെന്നുള്ള അഭിപ്രായം
മാധ്യമ പ്രവർത്തകനാണെങ്കിൽ എനിക്കുണ്ട്. കാരണം ഇതിൽ നേരത്തെ ഷിജുഖാനൊക്കെ ഇതിനകത്ത് ശ്രീ സജീവൻ, ഞാൻ ഒരു ഈ മാധ്യമങ്ങൾക്ക് ഈ വിധം ഒരു ഇരട്ടത്താപ്പെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകാനാകും? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും അവരുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതൊക്കെ കൊണ്ടുകൂടിയാണോ? ഉദാഹരണത്തിന് ഇപ്പോൾ നവകേരള സദസ്സ് നടന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം, അവരെ നേരിട്ടത് വലിയ ചർച്ചയാക്കി ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമാക്കി നിലനിർത്തിയത് മാധ്യമങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം കാര്യവട്ടം ക്യാമ്പസിലെ സംഭവം, ഇപ്പോൾ ഈ സംഭവിച്ച നഗരൂരുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കിയാൽ വളരെ നിസ്സാരമായ ഒരു പ്രശ്നത്തെ അതിരുകടന്ന റിപ്പോർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയി അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും വിധം ആ വിഷയത്തെ കത്തിച്ചു നിർത്തുന്ന നിലയിലേക്ക് റിപ്പോർട്ട് ചെയ്തു പോയ മാധ്യമങ്ങൾ. അതുപോലെ തന്നെ കൊയിലാണ്ടി, താങ്കൾക്ക് തന്നെ അറിയാം, കോഴിക്കോട് നിന്നാണല്ലോ സംസാരിക്കുന്നത്. കൊയിലാണ്ടി സംഭവം, അതിലൊരു ഗൗരവമായ ആക്ഷേപം തന്നെയുണ്ട് ആ പ്രിൻസിപ്പൽക്കെതിരെ. ആ SFI പ്രവർത്തകൻ്റെ ചെവി കർണപടം അടിച്ചു തകർത്തു എന്ന് പറയുന്ന ഗുരുതരമായ ആക്ഷേപം നേരിടുന്ന 2 വാദം അതിനകത്തുള്ള ഒരു വിഷയമടക്കം നിൽക്കുന്നു. ഇതൊക്കെയുണ്ടല്ലോ. പക്ഷേ ഇതുപോലെ വെന്റിലേറ്ററിൽ ഒരു ചെറുപ്പക്കാരൻ കിടന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി, അദ്ദേഹത്തിൻ്റെ ആ മുഹമ്മദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് മാംസം പറഞ്ഞു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. മാരകമായി രാത്രിയിൽ കല്ലെറിയുകയാണ്. പല ചെറുപ്പക്കാരുടെയും തലയ്ക്ക് പിന്നിൽ ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വിധം നിലപാട് സ്വീകരിക്കുക? അങ്ങനൊരു ഇരട്ടത്താപ്പ് സെറ്റ് ചെയ്ത് കേരളം പോലൊരു സംസ്ഥാനത്ത് പോകാനാകുമോ? അല്ല, അതൊരു ശൈലിയാക്കിയിട്ട് അവർ മാറ്റിയെടുക്കുന്നുള്ളതാണ്. നമുക്കറിയാം, ശരത്തിനൊക്കെ കൃത്യമായിട്ട് അറിയുന്നതാണല്ലോ, മാധ്യമ പ്രവർത്തനം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇരു ഭാഗവും നമ്മൾ പരിശോധിച്ച ശേഷം മാത്രമേ കൊടുക്കാവൂ. ഒരിക്കൽ പോലും മാധ്യമ പ്രവർത്തകൻ വിധികർത്താവാൻ പാടില്ല എന്നത് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട സജീവൻ, ദയവായി ക്ഷമിക്കണം. അതായത് ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലെ പ്രശ്നത്തിൽ ഇടിമുറി എന്ന ഒരു പ്രയോഗം, ആ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിച്ചത് KSU ആണ്. കാര്യവട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലിൽ SFIക്ക് ഇടിമുറി ഉണ്ടെന്ന് പറഞ്ഞാൽ KSU ആണ്. അത് മാധ്യമങ്ങളുടെ ബോധ്യമായി പിന്നീട് അവതരിപ്പിക്കുന്നതോടെയാണ്. എന്നാൽ മാധ്യമപ്രവർത്തകർ അവിടെ പോയി പരിശോധിച്ചിട്ടാണോ? KSU പറഞ്ഞ ആക്ഷേപത്തെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഇവിടെ പ്രകടമായ വളരെ ഗൗരവമായ ബോധ്യപ്പെടുന്ന ഹീനമായ ആക്രമണം നടന്നിട്ടും ഇങ്ങനെ. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരൂരിൽ സംഭവിച്ചത് കോഴിക്കോട്ട് ഒരു അക്രമ സംഭവം എന്ന് പറയുന്നത് KSCB തിരുവമ്പാടിയിലുള്ള KSCB ഓഫീസ് അടിച്ചു തീർക്കുകയും അവിടെ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ കറിയൊഴിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടല്ലോ. അതൊന്നും വലിയ വാർത്തയാവാതെ ഫ്യൂസ് ഊരിയത് ഒരു വലിയ സംഭവമാക്കുകയും എന്നിട്ട് ഫ്യൂസ് തിരിച്ചിടുന്നത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തുള്ള മാധ്യമപ്രവർത്തനമാണ്. നമ്മൾ നോക്കൊരു ഓഫീസിനകത്ത് കയറിയിട്ട് അവിടെയുള്ള ആളുകൾ അസഭ്യം പറയുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും അവരുടെ ദേഹത്ത് കറിയൊഴിക്കുകയൊക്കെ ചെയ്തിട്ട് അതല്ല അങ്ങേയറ്റത്ത് ക്രിമിനൽ കുറ്റമല്ല. അതൊരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ചെയ്തിട്ടുള്ളത്, പ്രാദേശിക നേതാവാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെയാണ് ഇവരെ നഗരൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഭീകരമായ രൂപത്തിൽ ഒരു കുട്ടിയെ വെന്റിലേറ്ററിൽ ആക്കുന്ന രൂപത്തിൽ അത്രയും ഭീകരമായിട്ട് ആക്രമിക്കുന്നു. അതിന്റെ ആ അക്രമികളിൽ ശരിക്കും കുട്ടികൾ, ഇതിൽ പങ്കെടുത്തുള്ള കുട്ടികളെല്ലാം നമ്മൾ കുറ്റം പറയേണ്ടത്. അവര് പ്രായപൂർത്തി എത്താത്ത ആളുകളെ ഇത്തരത്തിൽ അക്രമത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഇതിനൊക്കെ എതിരെയാണ് മാധ്യമ പ്രവർത്തകര് അവരുടെ പേന ഉന്തേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ആയുധം ഉപയോഗിക്കേണ്ടത്. അതിന് പകരം ഇതിലൊക്കെ പക്ഷം ചേർന്നുകൊണ്ട് ഇതിനൊക്കെ ചിലതിനെ പ്രോത്സാഹിപ്പിക്കുക, ചിലതിനെ അന്ധമായിട്ട് എതിർക്കുക, അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പരിശോധിക്കാതിരിക്കുക, ഇതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായം പറയലുകൾ, അത് പലപ്പോഴും നമ്മൾ ഈ ചില ചാനലുകളുടെ ആങ്കർമാരുടെ പല പ്രയോഗങ്ങളും കേട്ടുകഴിഞ്ഞാൽ അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആവേശമുള്ള ആളുകൾ തോന്നും. അതൊക്കെ തെറ്റായ മാധ്യമ പ്രവർത്തനമാണ്, ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. നന്ദി ശ്രീ സജീവൻ. ഏതായാലും കേരളത്തിൻ്റെ മാധ്യമ ലോകം കേൾക്കേണ്ടതായിട്ടുള്ള, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഗൗരവപ്പെട്ട നിരീക്ഷണവും വിമർശനവുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീ സജീവൻ ഉന്നയിച്ചത്. കാരണം അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. അതിന് പിന്നിൽ നടന്നിട്ടുള്ള ഏറ്റവും ഹീനമായ ആക്രമണം എന്നത് ആ നിലയിൽ തന്നെ തുറന്നു കാട്ടപ്പെടേണ്ടതാണ്. അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ആ നിലയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാക്കേണ്ടതാണ്. അതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ സുപ്രധാനമായ ഒരു ഉത്തരവാദിത്വം. അത് താല്പര്യങ്ങൾക്കനുസരിച്ച് വളയേണ്ടതല്ല. രജിത്ത്, ഒരൊറ്റ കാര്യം, ഇതിനിടയിൽ വാർത്തകളിൽ കണ്ടൊരു കാര്യം, ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഫോണിൽ വധഭീഷണിയും ഉണ്ടായിരുന്നു അല്ലേ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ?
അവർ വധഭീഷണിപ്പെടുത്തി. അവർ പറഞ്ഞത് നിങ്ങൾ നഗരൂര് അവിടെ നിന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങളേറ്റ് അങ്ങ് വരികയാണ്, ഇന്നത്തോണ്ട് നിങ്ങൾ തീർത്തു തരാം എന്നാണ് അവർ പറയുന്നത്. അവരോട് പറയണേ ഒരു കാര്യം കൂടി അതിനകത്ത് സ്ഥലത്ത് പറയാനുള്ളത്, ഇന്ന് ജില്ലാ ജഡ്ജി ഇന്ന് അഫ്സലിനെ വന്ന് കണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ വന്നു, മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നു. മൊഴിയെടുക്കാനാണ് വന്നത്. പക്ഷേ അഫ്സലിൻ്റെ മൊഴിയെടുക്കാൻ കഴിയുന്ന കണ്ടീഷനല്ല. അഫ്സലിന് ഇനി ഒരു സർജറി കൂടി വേണ്ടി വരും. നല്ല ബെറ്ററായ കണ്ടീഷനിലായി കഴിഞ്ഞാൽ ഇനി സർജറി ചെയ്യേണ്ടി വരും അഫ്സലിനെ. അതാണ് അഫ്സലിൻ്റെ അവസ്ഥ. ജഡ്ജി തിരിച്ചു പോവുകയാണ് ചെയ്തത് മൊഴിയെടുക്കാൻ കഴിയാതെ. മനസ്സിലായി. അതാണ് അഫ്സലിൻ്റെ അവസ്ഥ. ശരി, ഷിജുഖാൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കൊയിലാണ്ടിയിലെ സംഭവം, കാര്യവട്ടത്തെ സംഭവമൊക്കെ വന്നപ്പോൾ കൈരളി അടക്കം മാധ്യമങ്ങൾ ഒന്നിലേറെ ദിവസങ്ങൾ, 2-3 ദിവസമൊക്കെയാണ് ആ വിഷയം ചർച്ച ചെയ്തത്. ഇതിപ്പോൾ നഗരൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജീവന് വേണ്ടി വെന്റിലേറ്ററിൽ മല്ലിടുന്ന നിലയിലൊരവസ്ഥ, അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന കേരളത്തിൽ അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായി വരുമ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യാൻ കൈരളി മാത്രമല്ല ചർച്ചയിലേക്ക് ആ ഭാഗത്തെ പ്രതിനിധീകരിക്കാൻ സമ്മതിച്ചവർ പോലും വരാത്ത സാഹചര്യം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പൊതു അവസ്ഥ. അപ്പോൾ ഷിജുഖാൻ നേരത്തെ പറഞ്ഞ ആ വിമർശനവും പോരാട്ടവും തുടരുക, അത് തന്നെ പറയാനുള്ളൂ. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് മാതൃഭൂമിയുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ മലപ്പുറത്തൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് ഒരു തൊഴിലാളി പിന്നീട് അയാൾ വീണ് പരിക്കേറ്റ് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. CI2കാരാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവതാരകയുടെ പ്രഖ്യാപനം ഇതാ, CI2കാർ ഒരു നിരപരാധിയായ തൊഴിലാളിയുടെ കാല് തല്ലി ഒടിച്ചു എന്നാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ വീണു പരിക്കേറ്റ ആളെ ആശുപത്രി കൊണ്ടുപോയത് CI2 ആണ്. പിന്നെ ഹെഡ് ലോഡ് ക്ഷേമനിധി ബോർഡിൻ്റെ റിപ്പോർട്ട് തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ കാല് തല്ലി ഒടിക്കുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി എന്ന പ്രയോഗമാണ്. ഈ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഏത് ജേർണലിസ്റ്റിനും അറിയാം, കാര്യവട്ടത്തെ പോലെ ഒരു അന്തസ്സുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഒരു ഇടിമുറിയുമില്ല. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാതെ കള്ളം എഴുതുകയാണ് അത്തരം മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മിനിറ്റുകൾ കൊണ്ട് എത്താം ശരത്തെ. ഈ തിരുവനന്തപുരത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും നടന്നു വരാവുന്ന ദൂരേ ഉള്ളൂ മെഡിക്കൽ കോളേജ്. നടന്നു വരാം. എന്നിട്ട് അവർ വന്നോ? അവർ ഈ വിഷയം ഏറ്റെടുത്തോ? ജനങ്ങളോട് പറഞ്ഞോ? ഇല്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ചോദ്യം അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഈ ചോദ്യം മാധ്യമങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ 8 മണിക്ക് പറയുന്ന, ചില മാധ്യമങ്ങൾ 8 മണിക്ക് പറയുന്ന കള്ള ഊതി വീർപ്പിച്ച ബലൂണൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഉത്തമോദാഹരണമാണ് മറച്ചുവെക്കാൻ, നഗരൂരിനെ മറച്ചുവെക്കാൻ മാധ്യമങ്ങൾ നടത്തിയ ഈ ശ്രമം. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇത് കാണുന്ന ആളുകൾ ഏറ്റെടുക്കുക, അത്ര മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കൂടുതലായി കൂട്ടിച്ചേർക്കാനുള്ളൂ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.